ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ എക്സിറ്റ് പോൾ ഫലം പുറത്ത്. എൻഡിഎക്ക് നേരിയ മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം. എൻഡിഎക്ക് 121 മുതൽ 141 വരെയും മഹാസഖ്യത്തിന് 98 മുതൽ 118 വരെയും സീറ്റ് ലഭിച്ചേക്കുമെന്ന് പ്രവചനം. ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ആകുമെന്നും സർവേ. ധനസുമോദുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, ഈ ജാതി സമവാക്യവും കേന്ദ്ര സംസ്ഥാന ഭരണവും ഒക്കെ BJPക്ക് അനുകൂല ഘടകമാകുമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യഘട്ടത്തിലെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ NDAക്ക് അനുകൂലമായതാണ്. ഇതിപ്പോൾ രണ്ടാം ഘട്ടം എങ്ങനെ? ഇപ്പോൾ രണ്ടാം ഘട്ട ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ഒരുമിച്ച് നടത്തിയ ഒരു സർവേ ഫലമാണ് വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇന്നലെ പുറത്തു വന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 7 എണ്ണവും NDAയുടെ ഭൂരിപക്ഷം അവർ പറഞ്ഞിരിക്കുന്നത് 130 മുതൽ 160 വരെയാണ്. അതായത് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റാണ്. കേവല ഭൂരിപക്ഷം കവിഞ്ഞുള്ള സീറ്റുകളുടെ എണ്ണമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് 121 മുതൽ 141 വരെ സീറ്റുകൾ NDAക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ള ഒരു വ്യത്യസ്തമായ പ്രവചനം കൂടി ഇവർ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണയും മഹാഗഠബന്ധൻ അധികാരം പിടിക്കുമെന്ന് പല സർവേ ഫലങ്ങൾ വന്നെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി RJD കഴിഞ്ഞ തവണ മാറുകയായിരുന്നു. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത്. മാത്രമല്ല ഒരു BJPക്ക് ഇവിടെ ഒരു തിരിച്ചടി കിട്ടുന്നതായിട്ട് തന്നെയാണ് ഫലം പറയുന്നത്. കാര്യം 50 മുതൽ 56 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 101 സീറ്റിലാണ് മത്സരിച്ചിരിക്കുന്നത്. നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇപ്പോൾ BJP ആണ്. അതായത് 2020 ഒറ്റകക്ഷിയായത് RJD ആണെങ്കിൽ പോലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം BJP ഒറ്റകക്ഷിയായിരുന്നു. അവർ 101 സീറ്റിലാണ് മത്സരിച്ചത്. ആ 101 സീറ്റിൽ മത്സരിച്ച അവർക്ക് 50 മുതൽ 56 സീറ്റ് വരെ, അതായത് ഒരു വിജയ ശതമാനം സ്ട്രൈക്ക് റേറ്റ് അവരുടെ ഒരു 50-55% എന്നതിൽ നിൽക്കുകയായിരുന്നു. നേരത്തെ BJPയുടെ സ്ട്രൈക്ക് റേറ്റ് ഒരു 70 വരെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. ഇതുകൂടാതെ JDUവിന് 56 മുതൽ 62 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് നേരത്തെ JDUവിന് 53 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. അത് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട പ്രകടനം JDU കാഴ്ചവെക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ പുതിയ സർവേ ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ശരി ധനസുമോദ്.